നമസ്കാരം. എല്ലാവർക്കും കണ്ടതും കേട്ടതും ചാനലിലേക്ക് സ്വാഗതം. ഇത് ഞങ്ങൾ നട്ട കോളിഫ്ലവർ കണ്ടോ നിങ്ങൾ? കോളിഫ്ലവർ മേലെ യാതൊരു കാരണവശാലും നനയ്ക്കാൻ പാടില്ല. അതേപോലെ കാബേജ്, ഇതൊന്നും മുകൾ ഭാഗത്ത് നമ്മൾ വെള്ളമൊഴിക്കാനോ മറ്റോ പാടില്ല. ഇത് ഞങ്ങളുടെ കാബേജുകളാണ്. ഇതെല്ലാം കൂടി വരുന്നുണ്ട്. ഇതിന് ഞങ്ങൾ കൊടുക്കുന്ന വളം പച്ചച്ചാണകം കലക്കി ഒഴിക്കുന്നു. വെള്ളം നല്ലപോലെ ഒഴിച്ചു കൊടുക്കണം. ഐസ് വെള്ളം ഒഴിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. കാബേജിനും കോളിഫ്ലവറിനും നല്ല പോലെ വളം ചെയ്താലേ ഇതേപോലെ ആയി കിട്ടുകയുള്ളൂ. വളത്തിൻ്റെ കാര്യത്തിൽ ഒരു പിശുക്കും കാണിക്കരുത്. നല്ല പോലെ വളം കൊടുത്താൽ നല്ല പോലെ നമുക്ക് ഫ്ലവറെല്ലാം കിട്ടുന്നതാണ്. ഇതേപോലെ കോളിഫ്ലവർ ഉണ്ടാകണമെങ്കിൽ നല്ല പോലെ വളം കൊടുക്കണം. എന്നാൽ അതിൽ നിന്നും വിപരീതമായിട്ടാണ് നമ്മളുടെ തക്കാളിച്ചെടികൾ നമ്മൾ വെള്ളം നനയ്ക്കുന്നത്. തക്കാളിച്ചെടി നനയ്ക്കുമ്പോൾ അതിൻ്റെ മുകൾ ഭാഗം നനയ്ക്കാൻ മറക്കരുത്. ഈ വേനൽക്കാലമാകുമ്പോൾ കീടശല്യങ്ങളുണ്ടാകും. അതിൻ്റെ കാരണം കൊണ്ട് മുകളിൽ വെള്ളം നല്ല പോലെ സ്പ്രേ ചെയ്ത് നനച്ചാൽ നമ്മൾക്ക് നല്ല പോലെ വിളവ് കിട്ടും. ഇതേപോലെ നിങ്ങൾ കണ്ടോ, നമ്മളുടെ തക്കാളിയെല്ലാം നല്ല പുഷ്പിച്ച് കായ് നല്ല ഫലം കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ പച്ചമുളകും നനയ്ക്കുമ്പോൾ അതിൻ്റെ മുകൾ ഭാഗം എല്ലാം ഒന്ന് നനയ്ക്കുന്നത് നല്ലതായിരിക്കും. നോക്കൂ, ഞങ്ങളുടെ പച്ചമുളകെല്ലാം നല്ല പോലെ കായ് പിടിച്ചിട്ടുണ്ട്. ഇതിന് ഞാൻ ഈ ഇടയ്ക്ക് കൊടുത്ത വളം കടലപ്പിണ്ണാക്കും കഞ്ഞിവെള്ളവും പുളിപ്പിച്ച് ഒഴിച്ചു കൊടുക്കുകയായിരുന്നു. അത് ഒരു നല്ല വളമാണ്. നിങ്ങളെല്ലാം പച്ചക്കറി ഉണ്ടാക്കാൻ നല്ലപോലെ ശ്രദ്ധിക്കുക. നമ്മൾക്ക് വിഷരഹിത പച്ചക്കറി കഴിക്കാമല്ലോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ, കൂടെ കൂട്ടാനും.